The iconic Kuwait Towers. Salute to its greatness, majestic beauty and testimony of silence. This towering beauty speaks silently to all who admire its stunning looks. At present in 2026, and way back from 1977, it continued to hold its peace in all circumstances. These towers stood silently witnessing hardships, growth, prosperity of the country and its people at all times since the time it was built. Not every silence is the outcome of ego, but love and peace. Silence is golden at times as it exhibits one's humble nature, shows forth the fruit of enduring patience and inner strength. It also conveys a spiritual lesson to all of us. Sometimes, people go quiet because they're tired, hurting, or trying to hold together. Everyone is fighting battles you can't see. So instead of assuming the worst, try to understand. A little empathy goes a long way. പ്രതീകാത്മകമായ കുവൈറ്റ് ഗോപുരങ്ങൾ. അക്കണിക് കുവൈറ്റ് ടവറുകൾ അതിന്റെ മഹത്വത്തിനും ഗാംഭീര്യ സൗന്ദര്യത്തിനും മൗനത്തിന്റെ സാക്ഷ്യത്തിനും അഭിവാദ്യം. ഈ ഉന്നത സൗന്ദര്യം അതിന്റെ അതിശയകരമായ രൂപഭാവങ്ങളെ അഭിനന്ദിക്കുന്ന എല്ലാവരോടും നിശബ്ദമായി സംസാരിക്കുന്നു. നിലവിൽ 2026-ലും 1977-ലും എല്ലാ സാഹചര്യങ്ങളിലും അത് അതിന്റെ സമാധാനം നിലനിർത്തിക്കൊണ്ടിരുന്നു. നിർമ്മിച്ച കാലം മുതൽ എല്ലാ സമയത്തും ഈ ടവറുകൾ രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും കഷ്ടപ്പാടുകൾക്കും വളർച്ചയ്ക്കും സമൃദ്ധിക്കും നിശബ്ദമായി സാക്ഷ്യം വഹിച്ചു. എല്ലാ നിശബ്ദതയും അഹങ്കാരത്തിന്റെ ഫലമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഫലമാണ്. ഒരാളുടെ എളിമയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുകയും സഹിഷ്ണുതയുടെയും ആന്തരിക ശക്തിയുടെയും ഫലം കാണിക്കുകയും ചെയ്യുമ്പോൾ മൗനം ചിലപ്പോൾ സുവർണമാണ്. നമുക്കെല്ലാവർക്കും ഇത് ഒരു ആത്മീയ പാഠം നൽകുന്നു. ചിലപ്പോൾ ആളുകൾ ക്ഷീണിതരായതിനാലോ വേദനിപ്പിക്കുന്നതിനാലോ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നതിനാലോ നിശബ്ദരാകുന്നു. എല്ലാവരും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ പോരാടുകയാണ്. അതിനാൽ ഏറ്റവും മോശം എന്ന് കരുതുന്നതിനു പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്പം സഹാനുഭൂതി വളരെ ദൂരം പോകും.